വെൽക്കം ടു ആദീസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്ന് ജോഗ്രഫി പാർട്ടിൽ കാറ്റ് എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ സിലബസിലെ അറ്റ്മോസ്ഫറിക് പ്രഷർ ആൻഡ് വിൻഡ് എന്നൊരു ടോപ്പിക്കിൽ കാറ്റ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ കാറ്റിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അനിമോളജി എന്നാണ്. കാറ്റിനെക്കുറിച്ചുള്ള പഠനം അനിമോളജി. അപ്പോൾ എന്താണ് കാറ്റ്? മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീനമായ ചലനമാണ് കാറ്റ്. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീനമായ ചലനമാണ് കാറ്റ്. ആഗോളതലത്തിൽ കാറ്റുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത് അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണ്. കാറ്റിൻ്റെ സഞ്ചാരഗതിക്ക് വ്യതിയാനമുണ്ടാക്കുന്ന ഘടകമാണ് ഭൂമിയുടെ ഭ്രമണം. കാറ്റിൻ്റെ ദിശ അറിയാൻ സഹായിക്കുന്ന ഉപകരണം വിൻഡ് വെയിൻ. കാറ്റിൻ്റെ ദിശ അറിയാൻ സഹായിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ. കാറ്റിൻ്റെ ദിശ അറിയാൻ വിൻഡ് വെയിൻ ഉപയോഗിക്കുന്നു. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. ഗ്ലോബൽ വിൻഡ് ഡേ ജൂൺ 15 ഗ്ലോബൽ വിൻഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. കാറ്റിനെക്കുറിച്ചും കാറ്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനും പ്രചരിപ്പിക്കുവാനും വേണ്ടിയുള്ള ആഗോള ദിനമാണ് ജൂൺ 15. നെക്സ്റ്റ്, കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദചരിവുമാന ബലം, പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്, കോറിയോലിസ് പ്രഭാവം, ഘർഷണം. ഇവ മൂന്നുമാണ് കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്നത്. മർദ്ദചരിവുമാന ബലം, കോറിയോലിസ് പ്രഭാവം, ഘർഷണം. അപ്പോൾ എന്താണ് മർദ്ദചരിവുമാന ബലം എന്നത്? ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീനതലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനം അറിയപ്പെടുന്നതാണ് മർദ്ദചരിവുമാന ബലം. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീനതലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനമാണ് മർദ്ദചരിവുമാന ബലമെന്ന് അറിയപ്പെടുന്നത്. തിരശ്ചീനതലത്തിൽ മർദ്ദവ്യത്യാസം കൂടുകയാണെങ്കിൽ അവിടെ മർദ്ദചരിവും കൂടുതലായിരിക്കും. തിരശ്ചീനതലത്തിൽ മർദ്ദവ്യത്യാസം കുറവാണെങ്കിൽ അവിടെ മർദ്ദചരിവ് കുറവായിരിക്കും. സമമർദ്ദരേഖകൾ അടുത്തടുത്തായി കാണപ്പെടുന്ന ഇടങ്ങളിൽ സമമർദ്ദചരിവ് കൂടുതലും സമമർദ്ദരേഖകൾ ഒന്നിനൊന്ന് അകന്ന് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അവിടെ മർദ്ദചരിവ് കുറവുമായിരിക്കും. അടുത്തത് ഘർഷണ ഫലം. ഭൗമോപരിതലത്തിനടുത്ത് കാറ്റിന് ഘർഷണം ഏറ്റവും കൂടുതലായിരിക്കും. ഭൗമോപരിതലത്തിനടുത്ത് കാറ്റിന് ഘർഷണം ഏറ്റവും കൂടുതലായിരിക്കും. സമുദ്രോപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാറ്റിനു വേഗം കൂടുതലായിരിക്കാൻ കാരണം അവിടെ ഘർഷണം കുറവായതിനാലാണ്. സമുദ്ര ഉപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാറ്റിനു വേഗം കൂടുതലായിരിക്കും. അതിനു കാരണം അവിടെ ഘർഷണം കുറവായിരുന്നതാണ്. ദുർഘടമായ ഭൂപ്രകൃതി, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാറ്റിനു വേഗം കുറവായിരിക്കും. കാരണം അവിടെ ഘർഷണം കൂടുതലാണ്. അടുത്തത് കോറിയോലിസ് ബലം. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് കോറിയോലിസ് ബലം. എന്താണ് കോറിയോലിസ് ബലം? ഭൂമിയുടെ ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക്, അതായത് ഭൂമിയുടെ ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾ എന്നത് ജലം, വായു എന്നിവ. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ അവയുടെ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ അവയുടെ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു. ഈ ദിശാവ്യതിയാനമാണ് കോറിയോലിസ് പ്രഭാവം അല്ലെങ്കിൽ കോറിയോലിസ് ബലം എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ജലം, വായു എന്നീ വസ്തുക്കൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ അവയുടെ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ അവയുടെ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു. ഈ ദിശാവ്യതിയാനമാണ് കോറിയോലിസ് പ്രഭാവം എന്ന് അറിയപ്പെടുന്നത്. കോറിയോലിസ് പ്രഭാവം കണ്ടെത്തിയത് ഗുസ്താവ് ഡി കോറിയോലിസ്
കോറിയോലിസ് പ്രഭാവം കണ്ടെത്തിയത് ഗുസ്താവ് ഡി കോറിയോലിസ് ആണ്. കോറിയോലിസ് പ്രഭാവത്തെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്ത അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് അഡ്മിറൽ ഫെറൽ. കോറിയോലിസ് പ്രഭാവത്തെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്ത അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് അഡ്മിറൽ ഫെറൽ. ധ്രുവങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വരുംതോറും കോറിയോലിസ് ബലം കുറയുന്നു. മർദ്ദചരിവുമാന ബലത്തിന് ലംബമായിട്ടാണ് കോറിയോലിസ് ബലം അനുഭവപ്പെടുന്നത്. കോറിയോലിസ് ബലം സമമർദ്ദരേഖകൾക്ക് ലംബമായിരിക്കും. കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് പ്രതിപാദിക്കുന്ന നിയമമാണ് ഫെറൽ നിയമം. എന്താണ് ഫെറൽ നിയമം? കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നുവെന്ന് പ്രതിപാദിക്കുന്ന നിയമം ഫെറൽ നിയമം. നെക്സ്റ്റ്, മർദ്ദവും കാറ്റും. കാറ്റ് രൂപം കൊള്ളുന്നതിന് കാരണമായ ബലങ്ങളുടെ ആകെ ഫലമാണ് കാറ്റിൻ്റെ വേഗതയും ദിശയും. ഭൗമോപരിതലത്തിൽ നിന്ന് 2 മുതൽ 3 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാറ്റിനെ പ്രധാനമായും നിയന്ത്രിക്കുന്നത് കോറിയോലിസ് ബലവും മർദ്ദചരിവുമാന ബലവുമാണ്. അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന വിതാനങ്ങളിലെ കാറ്റുകളെ ഘർഷണ ബലം സ്വാധീനിക്കുന്നില്ല. അപ്പം അന്തരീക്ഷത്തിലെ ഉയർന്ന വിതാനങ്ങളിലെ കാറ്റുകളെ ഘർഷണബലം സ്വാധീനിക്കുന്നില്ല. അവയെ സ്വാധീനിക്കുന്നത് കോറിയോലിസ് ബലവും മർദ്ദചരിവുമാന ബലവുമാണ്. സമമർദ്ദരേഖകൾ നേർരേഖകളാകുകയും ഘർഷണം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മർദ്ദചരിവുമാന ബലവും കോറിയോലിസ് ബലവും സന്തുലിതമാകുന്നു. ഇതിൻ്റെ ഫലമായി കാറ്റുകൾ സമമർദ്ദരേഖകൾക്ക് സമാന്തരമായി വീശുന്നു. ഇത്തരം കാറ്റുകൾ ജിയോസ്ട്രോപിക് വിൻഡ്സ് അല്ലെങ്കിൽ ഭൂവിക്ഷേപവാതങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഭൂവിക്ഷേപവാതങ്ങൾ എന്താണ്? ഭൂവിക്ഷേപവാതങ്ങൾ സമമർദ്ദരേഖകൾ നേർരേഖകളാക്കുകയും ഘർഷണം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ മർദ്ദചരിവുമാന ബലവും കോറിയോലിസ് ബലവും സന്തുലിതമാകുന്നു. ഇത് മർദ്ദചരിവുമാന ബലവും കോറിയോലിസ് ബലവും സന്തുലിതമാകുന്നു. ഇതിൻ്റെ ഫലമായി കാറ്റുകൾ സമമർദ്ദരേഖകൾക്ക് സമാന്തരമായി വീശുന്നു. ഈ കാറ്റുകളാണ് ഭൂവിക്ഷേപവാതങ്ങൾ അല്ലെങ്കിൽ ജിയോസ്ട്രോപിക് വിൻഡ്സ് എന്നറിയപ്പെടുന്നു. 40,000 അടി ഉയരത്തിൽ 20 ഡിഗ്രിക്കും 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കും ഇടയിലൂടെ വീശിയടിക്കുന്ന ജിയോസ്ട്രോപിക് വാതമാണ് ജെറ്റ് സ്ട്രീം. അപ്പോൾ ജെറ്റ് സ്ട്രീം എന്നത് 40,000 അടി ഉയരത്തിൽ 20 മുതൽ 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലൂടെ വീശിയടിക്കുന്ന ജിയോസ്ട്രോപിക് വാതമാണ് ജെറ്റ് സ്ട്രീം. ജെറ്റ് സ്ട്രീം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് സഞ്ചരിക്കുന്നത്. ഇനി അടുത്തത് അന്തരീക്ഷത്തിൻ്റെ പൊതു ചംക്രമണം, അതായത് അറ്റ്മോസ്ഫറിക് സർക്കുലേഷൻ. അന്തരീക്ഷത്തിൻ്റെ പൊതുചംക്രമണം അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് സർക്കുലേഷൻ. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്കും തിരികെയുമുള്ള വായുവിൻ്റെ ചാക്രിക ഗതിയെ ചംക്രമണ കോശങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്കും തിരികെയുമുള്ള വായുവിൻ്റെ ചാക്രിക ഗതിയെയാണ് ചംക്രമണ കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉഷ്ണമേഖലയിലെ ചംക്രമണ കോശം അറിയപ്പെടുന്നത് ഹാഡ്ലി ചംക്രമണ കോശം അല്ലെങ്കിൽ ഹാഡ്ലി സെൽസ് എന്നാണ് അറിയപ്പെടുന്നത്. മധ്യമേഖലയിലേക്ക് വീശുന്ന വാണിജ്യവാതങ്ങൾ ഡോൾഡ്രമ്മിലെത്തി മുകളിലേക്ക് ഉയരുകയും ഉയർന്ന വിതാനങ്ങളിലൂടെ ഇരുവശവുമുള്ള 30 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് ചെന്ന് തണുത്ത് ഊർന്നിറങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം വീണ്ടും വാണിജ്യവാതങ്ങളായി ഭൂമധ്യരേഖയെ ലക്ഷ്യമാക്കി വീശുന്നു. ഉഷ്ണമേഖലയിലെ ഈ വായു ചംക്രമങ്ങളാണ് ഹാഡ്ലി സെൽ എന്നറിയപ്പെടുന്നത്. അപ്പം എന്താണ് ഹാഡ്ലി സെൽ? മധ്യമേഖലയിലേക്ക് വീശുന്ന വാണിജ്യവാതങ്ങൾ ഡോൾഡ്രമ്മിലെത്തി മുകളിലേക്ക് ഉയരുകയും ഉയർന്ന വിതാനങ്ങളിലൂടെ ഇരുവശവുമുള്ള 30 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് ചെന്ന് തണുത്ത് ഊർന്നിറങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം വീണ്ടും വാണിജ്യവാതങ്ങളായി ഭൂമധ്യരേഖയെ ലക്ഷ്യമാക്കി വീശുന്നു. ഉഷ്ണമേഖലയിലെ ഈ വായു ചംക്രമണമാണ് ഹാഡ്ലി സെൽ എന്നറിയപ്പെടുന്നത്.
ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും വീശി ഉയരുന്ന ചൂടുവായുവും ധ്രുവങ്ങളിൽ നിന്ന് വീശി താഴുന്ന ശീതവായുവും മധ്യ അക്ഷാംശ മേഖലയിൽ സൃഷ്ടിക്കുന്ന സംക്രമണമാണ് ഫെറൽ സെൽ. ഹാർഡ്ലി സെല്ലും അതേപോലെ ഫെറൽ സെല്ലും. അപ്പോൾ എന്താണ് ഫെറൽ സെല്ല്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും വീശി ഉയരുന്ന ചൂടുവായുവും ധ്രുവങ്ങളിൽ നിന്നും വീശിത്തായുന്ന ശീതവായുവും മധ്യ അക്ഷാംശ മേഖലയിൽ സൃഷ്ടിക്കുന്ന സംക്രമണമാണ് ഫെറൽ സെൽ എന്നറിയപ്പെടുന്നത്. ഭൗമോപരിതലത്തിൽ ഈ കാറ്റിനെ പശ്ചിമവാതമെന്നും വിളിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിൽ താഴ്ന്നിറങ്ങുന്ന തണുത്തുറഞ്ഞ സാന്ദ്രത കൂടിയ വായു മധ്യ അക്ഷാംശ പ്രദേശങ്ങളിലേക്ക് ധ്രുവീയ പൂർവ്വവാതങ്ങളായി വീശുന്നു. ഇതാണ് ധ്രുവീയ സംക്രമണ കോശം. ധ്രുവീയ സംക്രമണ കോശം അല്ലെങ്കിൽ പോളാർ സെൽ എന്നത് ധ്രുവപ്രദേശങ്ങളിൽ താഴ്ന്നിറങ്ങുന്ന തണുത്തുറഞ്ഞ സാന്ദ്രത കൂടിയ വായു മധ്യ അക്ഷാംശ പ്രദേശങ്ങളിലേക്ക് ധ്രുവീയ പൂർവ്വവാതങ്ങളായിട്ട് വീശുന്നു. ഇതാണ് ധ്രുവീയ സംക്രമണ കോശം, പോളാർ സെൽ. ഈ 3 സംക്രമണ കോശങ്ങളും ചേർന്ന് അന്തരീക്ഷത്തിൻ്റെ പൊതു സംക്രമണ ക്രമം നിശ്ചയിക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ പൊതു സംക്രമണം എങ്കിൽ അറ്റ്മോസ്ഫറിക് സർക്കുലേഷൻ നിശ്ചയിക്കുന്നത് ഹാർഡ്ലി സംക്രമണ കോശവും അതേപോലെ ഫെറൽ കോശവും അതേപോലെ ധ്രുവീയ സംക്രമണ കോശവും ചേർന്നിട്ടാണ്. അന്തരീക്ഷ സംക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ് പസഫിക് സമുദ്രത്തിൻ്റെ ചൂടാകലും തണുക്കലും. മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം സാവകാശം തെക്കേ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുകയും തണുത്ത പെറുവിയൻ പ്രവാഹങ്ങളെ തള്ളിമാറ്റുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി പെറുവിൻ്റെ തീരത്ത് ഉഷ്ണജലം എത്തുന്നു. ഈ പ്രതിഭാസമാണ് എൽ നിനോ എന്നറിയപ്പെടുന്നത്. എന്താണ് എൽ നിനോ? മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം സാവകാശം തെക്കേ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുകയും തണുത്ത പെറുവിയൻ പ്രവാഹങ്ങളെ തള്ളിമാറ്റുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി പെറുവിൻ്റെ തീരത്ത് ഉഷ്ണജലം എത്തുന്നു. ഈ പ്രതിഭാസം എൽ നിനോ എന്നറിയപ്പെടുന്നു. സ്പാനിഷ് ഭാഷയിൽ എൽ നിനോ എന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ണിയേശു എന്നാണ്. എൽ നിനോ പ്രതിഭാസം സാധാരണ ക്രിസ്തുമസ് കാലങ്ങളിലാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. നെക്സ്റ്റ്, ആഗോളവാതങ്ങൾ. അപ്പോൾ കാറ്റുകളെ എന്താണ് ആഗോളവാതങ്ങളെന്നും കാലികവാതങ്ങളെന്നും അസ്ഥിരവാതങ്ങളെന്നും പ്രാദേശികവാതങ്ങളെന്നും തരംതിരിച്ചിരിക്കുന്നു. ആഗോളവാതങ്ങൾ അല്ലെങ്കിൽ സ്ഥിരവാതങ്ങൾ, ആഗോളവാതങ്ങൾ തന്നെയാണ് സ്ഥിരവാതങ്ങളെന്നും അറിയപ്പെടുന്നത്. 2 അർദ്ധഗോളങ്ങളിലും വർഷം മുഴുവൻ ഒരേ ദിശയിലേക്ക് വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാതങ്ങൾ. ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളും ഈ കാറ്റിൻ്റെ സ്വാധീന വലയത്തിൽ വരുന്നതുകൊണ്ടാണ് ഈ കാറ്റുകളെ ആഗോളവാതങ്ങളെന്നും പറയുന്നത്. സ്ഥിരവാതങ്ങളുടെ ദിശയ്ക്കും സ്ഥാനത്തിനുമനുസരിച്ച് അവയെ വീണ്ടും തരംതിരിച്ചിരിക്കുന്നു. വാണിജ്യവാതങ്ങൾ, പശ്ചിമവാതങ്ങൾ, ധ്രുവീയവാതങ്ങൾ എന്നിങ്ങനെ ആഗോളവാതങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. ഒരു വാണിജ്യവാതങ്ങൾ എന്നത് ഉഷ്ണമേഖലയിലെ ആഗോളവാതമാണ് വാണിജ്യവാതം. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാതങ്ങൾ. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാതങ്ങൾ. നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന ഈ കാറ്റുകൾ വ്യാപാരത്തിനായി പായ്ക്കപ്പലിൽ യാത്ര ചെയ്തിരുന്ന വ്യാപാരികൾക്ക് സഹായകമായിരുന്നതിനാൽ ഇവയെ വാണിജ്യവാതങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ജർമ്മൻ ഭാഷയിലെ ട്രെഡൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്നാണ്. ജർമ്മൻ ഭാഷയിലെ ട്രെഡൻ എന്ന പദത്തിനർത്ഥം ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്നാണ്. ഇതിൽ നിന്നുമാണ് ഇതിന് ട്രേഡ് വിൻഡ്സ് എന്ന പേര് വന്നിട്ടുള്ളത്. 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വടക്കുകിഴക്കൻ വാണിജ്യവാദം. അപ്പം വാണിജ്യവാദങ്ങളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദമെന്നും തെക്ക് കിഴക്കൻ വാണിജ്യവാദമെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഇതിൽ 30 ഡിഗ്രി അക്ഷാംശ രേഖകളിൽ നിന്ന്
ഭൂമധ്യരേഖയിലേക്ക് വീശുന്നത് 30 ഡിഗ്രി വടക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വീശുന്നത് വടക്കു കിഴക്കൻ വാണിജ്യവാദവും 30 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വീശുന്നത് തെക്ക് കിഴക്കൻ വാണിജ്യവാദവുമാണ്. 2 അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഭാഗമാണ് അന്തർ ഉഷ്ണമേഖലാ സംക്രമണ മേഖല എന്നറിയപ്പെടുന്നത്. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നത് 2 അർദ്ധഗോളങ്ങളിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഭാഗമാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണുകൾ കാണപ്പെടുന്ന മേഖലയാണ് ഡോൾഡ്രം മേഖല. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണുകൾ കാണപ്പെടുന്ന മേഖല ഡോൾഡ്രം മേഖലയാണ്. ഉഷ്ണമേഖലാ മരുഭൂമികൾ വൻകരകളുടെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതിന് കാരണം എന്ത്? സമുദ്രങ്ങളിൽ നിന്നും നീരാവി വഹിച്ചുകൊണ്ടുവരുന്ന വാണിജ്യവാദങ്ങൾ വൻകരകളുടെ കിഴക്കുഭാഗത്ത് മഴ പെയ്യിക്കുന്നു. പടിഞ്ഞാറോട്ട് പോകുന്തോറും വായുവിലെ നീരാവി നഷ്ടപ്പെടുന്നതിനാൽ വൻകരകളുടെ പടിഞ്ഞാറു ഭാഗങ്ങളിൽ മഴ ലഭിക്കാതെ പോകുന്നു. അറ്റക്കാമ, കലഹാരി, സഹാറ തുടങ്ങിയ ലോകത്തിലെ പ്രധാനപ്പെട്ട മരുഭൂമികൾ മുഴുവനും വൻകരകളുടെ പടിഞ്ഞാറു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. വാണിജ്യവാദങ്ങളുടെ പരിധിയിൽ വരുന്ന ഈ വൻകര പ്രദേശങ്ങളുടെ കിഴക്ക് ഭാഗങ്ങളിലായി മഴ കൂടുതൽ ലഭിക്കുന്നു. എന്നാൽ പടിഞ്ഞാറോട്ട് പോകുന്തോറും നീരാവിയുടെ അഭാവം മൂലം മഴ കുറഞ്ഞു വരുന്നതാണ് മരുഭൂമികൾ രൂപപ്പെടാൻ കാരണം. മാത്രമല്ല, മരുഭൂമികൾ പർവ്വത പ്രദേശങ്ങളുടെ മഴനിഴൽ പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്ര ഭാഗങ്ങളിലാണ് വാണിജ്യവാദങ്ങളുടെ സ്വാധീനം കൂടുതലായി അനുഭവപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൺസൂൺ കാറ്റിൻ്റെ രൂപീകരണത്തിൽ വാണിജ്യവാദങ്ങൾക്ക് പങ്കുണ്ട്. നെക്സ്റ്റ്, പശ്ചിമവാദങ്ങൾ. വെസ്റ്റേർലീസ് എന്നറിയപ്പെടുന്നു. പശ്ചിമവാദങ്ങൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റുകളായതിനാലാണ് ഇവയെ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റുകളായതിനാൽ ഇവയെ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ദിശ തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്ക് ദിശയിലേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ദിശ വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കുമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയാർജിക്കുന്നു. ദക്ഷിണാർദ്ധഗോളത്തിലാണ് പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയിൽ വീശുന്നത്. ഇതിനു കാരണം ദക്ഷിണാർദ്ധഗോളത്തിൽ വൻകരകളുടെ അഭാവവും വിസ്തൃതമായ സമുദ്രങ്ങളുമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ വൻകരകളുടെ അഭാവവും വിസ്തൃതമായ സമുദ്രങ്ങളും ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയാർജിക്കാൻ കാരണമാകുന്നു. പശ്ചിമവാദങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്കോട്ട് പോകുന്തോറും വളരെയധികം ശക്തിയിൽ വീശുന്നു. വൻകരകളുടെ അഭാവവും വിസ്തൃതമായ സമുദ്രങ്ങളുമാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ഇതിന് കാരണമാകുന്നത്. ഈ കാറ്റുകൾ ഘർഷണമില്ലാതെ സമുദ്രോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നു. ഈ കാറ്റുകൾക്ക് മുൻനാവികർ റോറിംഗ് 40s, ഫ്യൂറിയസ് 50s, സ്ക്രീമിംഗ് 60s എന്നീ പേരുകൾ നൽകി. ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്ന ശക്തമായ കാറ്റുകളാണ് റോറിംഗ് 40s, ഫ്യൂറിയസ് 50s, സ്ക്രീമിംഗ് 60s. ദക്ഷിണാർദ്ധഗോളത്തിൽ 35 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളാണ് അലറുന്ന 40കൾ, റോറിംഗ് 40s എന്നറിയപ്പെടുന്നത്. ഇത് 35 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും ഇടയിലാണ്. അതുകൊണ്ട് ഇത് റോറിംഗ് 40s എന്നറിയപ്പെടുന്നു. ടാസ്മാനിയ, ന്യൂസിലൻഡ് എന്നീ ദ്വീപുകളിൽ ഏറ്റവും കൂടുതൽ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റാണ് റോറിംഗ് 40s. ദക്ഷിണാർദ്ധഗോളത്തിൽ 45 ഡിഗ്രിക്കും 55 ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളാണ് ഫ്യൂറിയസ് 50s എന്നറിയപ്പെടുന്നത്. എങ്കിൽ ഫ്യൂറിയസ് 50s അല്ലെങ്കിൽ കഠോരമായ 50കൾ എന്നറിയപ്പെടുന്നു.
ദക്ഷിണാർദ്ധഗോളത്തിൽ 55 ഡിഗ്രിക്കും 65 ഡിഗ്രിക്കും ഇടയിലെ അക്ഷാംശങ്ങൾക്കിടയിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാതങ്ങളാണ് അലമുറയിടുന്ന അറുപതുകൾ അല്ലെങ്കിൽ സ്ക്രീമിംഗ് 60s എന്നറിയപ്പെടുന്നത്. അപ്പം ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്ന ശക്തിയേറിയ കാറ്റുകളാണ് റോറിംഗ് 40s, ഫ്യൂറിയസ് 50s, അലമുറയിടുന്ന 60 അല്ലെങ്കിൽ സ്ക്രീമിംഗ് 60s എന്നറിയപ്പെടുന്നത്. അടുത്തത് ധ്രുവീയവാതങ്ങൾ. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് ഉപധ്രുവീയ പ്രദേശത്തിലേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയ പൂർവ്വവാതങ്ങൾ അല്ലെങ്കിൽ പോളാർ ഈസ്റ്റർലേസ് എന്നറിയപ്പെടുന്നത്. കിഴക്കു നിന്നും വീശുന്നതിനാൽ ധ്രുവീയവാതങ്ങൾ ധ്രുവീയ പൂർവ്വവാതങ്ങൾ എന്ന് അറിയപ്പെടുന്നു. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാതങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്കുദിക്കിൽ നിന്നാണ് വീശുന്നത്. ധ്രുവക്കാറ്റുകൾ ശൈത്യമേറിയതും അതിശക്തവുമാണ്. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന കാറ്റാണ് ധ്രുവീയ പൂർവ്വവാതങ്ങൾ. അടുത്തത് കാലികവാതങ്ങളെക്കുറിച്ച് പഠിക്കാം. ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശകൾക്ക് വ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് കാലികവാതങ്ങൾ. ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശകൾക്ക് വ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകൾ കാലികവാതങ്ങൾ അല്ലെങ്കിൽ സീസണൽ വിൻഡ്സ് എന്നറിയപ്പെടുന്നു. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാതങ്ങൾ. ചില കാലങ്ങളിൽ മാത്രമായി ഉണ്ടാകുന്നതോ ചില പ്രദേശങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നതോ ആയ കാറ്റുകളാണ് കാലികവാതങ്ങൾ. ഋതുക്കളിലോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാതങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാലികവാതങ്ങളാണ് മൺസൂൺ കാറ്റ്, അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, തായ്വരക്കാറ്റ്. ഇവയാണ് പ്രധാനപ്പെട്ട കാലികവാതങ്ങൾ. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ഋതു എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബിക് പദത്തിൽ നിന്നുമാണ് മൺസൂൺ എന്ന പേര് ഉത്ഭവിച്ചത്. മൺസൂണിൻ്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സൂര്യൻ്റെ അയനം, കോറിയോലിസ് പ്രഭാവം, താപനത്തിലെ വ്യത്യാസങ്ങൾ എന്നിവ. മൺസൂൺ എന്ന വാക്കിനർത്ഥം കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ്. മൺസൂൺ എന്ന വാക്കിനർത്ഥം കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ്. ഒരു വർഷകാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി കണ്ടെത്തിയത് ഗ്രീക്ക് നാവികനും അറബി പണ്ഡിതനുമായ ഹിപ്പാലസ് ആണ്. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി കണ്ടെത്തിയത് ഗ്രീക്ക് നാവികനും അറബി പണ്ഡിതനുമായിട്ടുള്ള ഹിപ്പാലസ് ആണ്. മൺസൂൺ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക. മൺസൂൺ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, ശ്രീലങ്ക. പകലും രാത്രിയും താപനിലയിലും അന്തരീക്ഷ മർദ്ദത്തിലും ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, തായ്വരക്കാറ്റ് എന്നിവ. പകലും രാത്രിയും താപനിലയിലും അന്തരീക്ഷ മർദ്ദത്തിലും ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, തായ്വരക്കാറ്റ് എന്നിവ. പകൽ സമയത്ത് കരയിൽ ന്യൂനമർദ്ദവും കടലിൽ ഉച്ചമർദ്ദവും രൂപപ്പെടാൻ കാരണം കടലിനെ അപേക്ഷിച്ച് കര വേഗത്തിൽ ചൂടുപിടിക്കുന്നത് കൊണ്ടാണ്. കടലിനെ അപേക്ഷിച്ച് കര വേഗത്തിൽ ചൂടുപിടിക്കുന്നത് കൊണ്ട് പകൽ സമയത്ത് കരയിൽ ന്യൂനമർദ്ദവും കടലിൽ ഉച്ചമർദ്ദവും രൂപപ്പെടുന്നു. പകൽ സമയം കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ് എന്നറിയപ്പെടുന്നത്. പകൽ സമയം കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് കടൽക്കാറ്റ് എന്നറിയപ്പെടുന്നു. രാത്രിയിൽ കരയിൽ ഉച്ചമർദ്ദവും കടലിൽ ന്യൂനമർദ്ദവും രൂപപ്പെടുന്നു. ഇതിനു കാരണം കര കടലിനെ അപേക്ഷിച്ച് വേഗത്തിൽ തണുക്കുന്നു. രാത്രി സമയം കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. കരക്കാറ്റ് എന്നത് രാത്രി സമയം കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റ് കരക്കാറ്റ്.
പകൽ സമയം കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് കടൽക്കാറ്റ്. പകൽ സമയത്ത് പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്തെ വായു ചൂട് പിടിച്ച് ഉയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ തായ്വരയിൽ നിന്ന് മുകളിലേക്ക് പർവ്വത ചെരുവുകളിലൂടെ വീശുന്ന കാറ്റാണ് തായ്വരക്കാറ്റ്, അല്ലെങ്കിൽ വാലി ബ്രീസ് എന്നറിയപ്പെടുന്നു. പകൽ സമയത്ത് പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്തെ വായു ചൂട് പിടിച്ച് ഉയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ തായ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വത ചെരുവുകളിലൂടെ വീശുന്ന കാറ്റാണ് തായ്വരക്കാറ്റ്. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുത്ത വായു തായ്വാരത്തേക്ക് വീശുന്നതാണ് പർവ്വതക്കാറ്റ്. ഹിമപാളികളിലെയും ഉയർന്ന പീഠഭൂമികളിലെയും തണുത്ത വായു തായ്വരകളിലേക്ക് ഒഴുകിയിറങ്ങുന്നത് കാറ്റബാറ്റിക് കാറ്റ് എന്നറിയപ്പെടുന്നു. ഹിമപാളികളിലെയും ഉയർന്ന പീഠഭൂമികളിലെയും തണുത്ത വായു തായ്വരകളിലേക്ക് ഒഴുകിയിറങ്ങുന്നത് കാറ്റബാറ്റിക് കാറ്റെന്നാണ് അറിയപ്പെടുന്നത്. വായു ഭൗമോപരിതലത്തിലേക്ക് താഴുന്നതിനെ തുടർന്ന് ചൂട് പിടിക്കുന്ന പ്രക്രിയയാണ് അഡിയാബാറ്റിക് പ്രക്രിയ അല്ലെങ്കിൽ അഡിയാബാറ്റിക് പ്രോസസ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അസ്ഥിരവാദങ്ങളെക്കുറിച്ചും പ്രാദേശികവാദങ്ങളെക്കുറിച്ചും സെക്കൻഡ് പാർട്ടിൽ പഠിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.